കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും നന്നേരത്തു രാഘവൻ. രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രയിലിട്ടാൻ അതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു. രണ്ടാമതും ഉണ്ടായതപ്പോഴും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൽ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു ആട്ടമില്ലെന്ന് വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ല അവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ തുലും. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനം മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്ന് എന്തതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായി ദശകണ്ഠനെ കൊല്ലുവാൻ. കണ്ടീലുപായമേതുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ. പിന്നെയും ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിലാവോളം കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതലിദാനം തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടാകായ മാനസേ. മുന്നം അഗസ്ത്യ തപോധനാഥനാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീതെന്നോടിനി കൊന്നീടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദര മേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യ ജപിച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും മോദിച്ചു വാരധിയിൽ പൊക്കു. ചോര കഴുകി മുഴുകി വിരവോട് മാരുത വേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു. തെളിവോടു ബാണവും എന്തൊരു വിസ്മയം അന്നേരം. തേരിൽ നിന്നാശു മറിഞ്ഞു വീണീടിനാൻ. പാരിൽ മരം വീണ പോലെ തഥാ. കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേന വാനരരേവരും. അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്തനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം. മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി 14 ലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിന. ശേഷിച്ച രാക്ഷസരോടി അകമ്പുത്തു കേഴ തുടങ്ങിന.
വാനരന്മാരൊക്കെ ലങ്കാപുരി അർക്കജന്മാരുതി നീലാംഗദാദിയാം മർക്കടവീരരും ആർത്തു പുകഴ്ത്തിനാർ.